രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇപ്പോഴത്തെ കാര്യം പറയുന്നുണ്ട്, രവിക്ക് വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷമാകുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിന്റെ 2 മടങ്ങാകും. നമ്മൾ കാണേണ്ടത് രവിയുടെ ഇപ്പോഴത്തെ വയസ്സാണ്. അപ്പോൾ ആദ്യം ഇപ്പോഴത്തെ കാര്യം എഴുതുക. ഇവിടെ കുറഞ്ഞ വയസ്സാരുടെയാണ്? വീണയുടേതാണ്. കാരണം വീണയേക്കാൾ 10 വയസ്സ് കൂടുതലാണ് രവിക്ക്. അപ്പോൾ ഇപ്പോൾ വീണയുടെ വയസ്സ് നമ്മൾ എക്സ് എടുക്കുകയാണെങ്കിൽ രവിയുടെ വയസ്സ് 10 കൂടുതലാണ്. എക്സ് പ്ലസ് 10 എന്ന് എഴുതാം. അടുത്ത വർഷമാകുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? ഓരോ വയസ്സ് കൂടും. അപ്പോൾ വീണയുടെ വയസ്സ് എന്തായി മാറും? എക്സ് പ്ലസ് 1. എക്സ് ആയിരുന്ന 1 കൂടി. അതുപോലെ രവിയുടെ വയസ്സ് എന്താകും? ഇതിൻ്റെ കൂടെ 1 കൂട്ടണം. എക്സ് പ്ലസ് 10 1 11. അപ്പം നമുക്ക് അടുത്ത വർഷത്തെ വയസ്സ് രണ്ടാളുടെ വയസ്സ് കിട്ടി. ഇത് തമ്മിൽ നമുക്കൊരു ബന്ധം പറയുന്നുണ്ട്. എന്താണ്? അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ 2 മടങ്ങ്, അതായത് വീണയുടെ വയസ്സിൻ്റെ ഇരട്ടിയായിരിക്കും രവിയുടെ വയസ്സ്. അടുത്ത വർഷത്തെ വീണയുടെ വയസ്സ് എടുക്കുക, അതിൻ്റെ ഇരട്ടി കാണുക. വീണയുടെ വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 1. അതിൻ്റെ ഇരട്ടി, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു 2, അതായിരിക്കും ആരുടെ? രവിയുടെ വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 11. നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 1 2 സമം എക്സ് പ്ലസ് 11. എക്സ് ഒരു ഭാഗത്ത് എഴുതുക. ഇവിടെ 2x, ഈ എക്സ് ഇടുമ്പോൾ മൈനസ് എക്സ് സമം ഇവിടെ 11. ഈ 2 അങ്ങ് എടുക്കുമ്പോൾ മൈനസ് 2. 2x നിന്ന് ഒരു എക്സ് കുറച്ചാൽ 1x സമം 11 2 കുറച്ചാൽ 9. എന്താ കാണേണ്ടത്? രവിയുടെ ഇപ്പോഴത്തെ വയസ്സ്. ഇപ്പോൾ രവിയുടെ വയസ്സ് എക്സ് പ്ലസ് 10 ആണ്. എക്സ് എത്ര കിട്ടി? 9. 10 കൂട്ടുമ്പോൾ ഇപ്പോൾ രവിയുടെ വയസ്സ് 19.